പുതിയ ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം ദൈവശക്തി മനസ്സിലാക്കി ആ ശക്തി ആർജിച്ചുകൊണ്ട് നിത്യതയുടെ പാതയിൽ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രാപ്തരാക്കട്ടെ, ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1 കൊരിന്ത്യർ 1-18 ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ജീവിതത്തിൽ തിരഞ്ഞെടുപ്പ് എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. നാം എന്താണ് തിരഞ്ഞെടുക്കുന്നത്? ഏത് വഴിക്കാണ് നമ്മുടെ ജീവിത യാത്ര? പലപ്പോഴും നമ്മെ വഴി തെറ്റിക്കുന്നത് നാം ചെയ്യുന്നതൊക്കെയും ശരിയായതാണ്, ഉത്തമമായതാണ് എന്നുള്ള ഒരു മിഥ്യാബോധം നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ്. ആ മിഥ്യാബോധത്തിൽ പലപ്പോഴും ദൈവിക പ്രമാണങ്ങളെ, ദൈവിക സത്യങ്ങളെ, ദൈവിക വാഗ്ദത്തങ്ങളെ നാം അവഗണിച്ച് കളയുന്നുണ്ട്. മനഃപൂർവ്വം അല്ല എങ്കിലും നാം നല്ല ഉദ്ദേശത്തോടെ ശുഭപ്രതീക്ഷയോടെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ വഴി ഒടുവിൽ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ സമൂഹത്തിൽ നിത്യവും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയും ഇതിൽ നിന്നൊക്കെയും പാഠങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു. നന്മയെന്ന് കരുതി പലപ്പോഴും അവരന് ദോഷം വരുത്തുന്ന വഴിയിൽ നാം ചരിക്കുമ്പോൾ അത് പലപ്പോഴും തലമുറകളുടെ ശാപം വരുത്തിക്കൂട്ടുന്നതായി നാം കാണുന്നു. എന്നാൽ രക്ഷിക്കപ്പെടുന്ന ആളുകൾ അവർക്ക് ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു ശക്തി അത്രേ കുരിശിൻ്റെ വചനം. കുരിശിൻ്റെ വചനം നാം വിചിന്തനം ചെയ്താൽ, നാം മനഃപൂർവ്വം ഇരുന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം, അത് ലോകപ്രകാരം മറ്റുള്ളവരുടെ ലോകത്തിൻ്റെ കയ്യടി നേടുവാനുള്ള ഒരു ജീവിതം അല്ല. കുരിശിനെ വിലമതിക്കാതെ സുവിശേഷ വേല ചെയ്യുവാനുള്ള സാധ്യതയും ലോകം തുറന്നു തരുന്നുണ്ട്. നമ്മൾ വായിച്ച അധ്യായത്തിൽ 17 വാക്യം, 1 കൊരിന്ത്യർ 17 ഈ സത്യം പൗലോസ് നമുക്ക് മുന്നറിയിപ്പായിട്ട് തരുന്നുണ്ട്. 17 നമ്മിങ്ങനെ വായിക്കുന്നു: സ്നാനം കഴിപ്പിപ്പാൻ അല്ല, സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല താനും. പൗലോസപ്പോസ്തലൻ നല്ല ഉറപ്പോടെ പറയുകയാണ്, എന്നെ ലോകത്തിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത് സുവിശേഷം അറിയിപ്പാനത്രേ. ആ സുവിശേഷത്തിൻ്റെ അറിയിപ്പ് മനസ്സ, വാച, കർമ്മണ എന്ത് ചെയ്താലും അതിൽ കൂടിയൊക്കെയും സുവിശേഷം അറിയിക്കുകയാണ് വേണ്ടത്. കർമ്മങ്ങൾ ചെയ്ത് മാധ്യമങ്ങളുടെ കയ്യടി നേടുന്നതല്ല സുവിശേഷ പ്രവർത്തനം. പിന്നെയോ ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്തുവാൻ, നമ്മുടെ ജീവിതത്തെ ഒരു മാതൃകയാക്കി മറ്റു ലോകത്തിൻ്റെ മുൻപാകെ കാണിക്കുന്നതത്രേ സുവിശേഷ പ്രവർത്തനം എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ ജീവിതം ആർക്കൊക്കെ എങ്ങനെയൊക്കെ മാതൃകയാക്കുന്നു?
ലോകപ്രകാരം കയ്യടി വാങ്ങുന്ന പല മേഖലകളും ഇന്ന് വളരെ ലഘുവായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. സാമ്പത്തിക നേട്ടം ഒരു വലിയ നേട്ടമായി നമ്മുടെ ജനം ഒരു സമയത്ത് കരുതിയിരുന്നു. ഇന്ന് അതെത്രയോ നിസ്സാരമായൊരു കാര്യമാണ്. മാധ്യമങ്ങളുടെ വേദിയിൽ 3ഉം 4ഉം വയസ്സുള്ള കുട്ടികൾ തങ്ങളുടെ അഭിനയ പാഠവുമോ സംസാരശേഷിയോ അങ്ങനെയുള്ള കഴിവുകൾ കൊണ്ട് നിമിഷങ്ങൾക്കകം എത്ര ബമ്പർ സമ്മാനമായി എത്രയധികം രൂപയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം ഈ ബമ്പർ സമ്മാനം നേടുന്നത് വഴി കുഞ്ഞുങ്ങൾ വലിയൊരു സാമ്പത്തിക നേട്ടം നേടുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അവരുടെ ആന്തരിക മനുഷ്യൻ അതിനനുസരിച്ച് ബലപ്പെടുന്നുവോ എന്നുള്ളത് നാം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് ഞാൻ സുവിശേഷം അറിയിക്കുമ്പോൾ അത് വാക്ചാതുര്യത്തോടെ അല്ലതാനും വലിയ പ്രസംഗ പാഠവത്തോടെ പ്രസംഗിക്കുവാൻ അല്ല പൗലോസ് അപ്പോസ്തലൻ അറിയിക്കുന്നത്. ഇന്നെല്ലായിടത്തും മത്സരവേദികളും ഇന്നെല്ലായിടത്തും സമ്മാനങ്ങളുടെ പെരുമഴയുമാണ്. ഏത് രംഗത്തും മത്സരങ്ങൾ മാത്രം. ആ മത്സരങ്ങളിൽ കൂടെ നമ്മുടെ സഹിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെയുള്ള ആ സഹനശക്തി നഷ്ടപ്പെട്ടു പോകുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മികവ് ലോകത്തിന് മുൻപാകെ പ്രകടിപ്പിച്ച് മനുഷ്യരുടെ കയ്യടിയും പൊതുവേദിയിൽ മറ്റുള്ളവരുടെ ആസ്വാദനവും പ്രതീക്ഷിക്കുന്ന ഒരു തലമുറയല്ലേ നാം ഇന്ന് വാർത്തെടുക്കുന്നത്. നാം സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലൻ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. കുരിശിൻ്റെ വചനം അത് ഭോഷത്വമാണ്. താഴുവാൻ, സഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി അപമാനം വഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി വേദന സഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി രക്തം ചിന്തുവാൻ, മാത്രമല്ല ജീവനെപ്പോലും കൊടുക്കുവാൻ തയ്യാറാകുന്ന ഒരു തലമുറ ലോക ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. രക്തസാക്ഷികളുടെ ചരിത്രം നാം പഠിക്കുന്നുണ്ടല്ലോ. എത്രയോ പ്രചോദനമാണ് നാം അതിൽ നിന്നും ഉൾക്കൊള്ളുന്നത്. മരണത്തെ ഒട്ടും ഭയമില്ലാതെ സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ട ഒരു സമൂഹം ആദിമ തലമുറയിൽ ഉണ്ടായിരുന്നു. കുരിശിൻ്റെ വചനം അല്ലാതെ മറ്റെന്താണ് അവരെ അതിനായിട്ട് പ്രേരിപ്പിച്ചത്? തിളച്ച എണ്ണയിൽ വറുത്തു കോരുന്ന മനുഷ്യനെ നാം കാണുന്നില്ലേ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ? കൈയും കാലും കയറുകൊണ്ട് കെട്ടി മൃഗങ്ങളെ കൊണ്ട് 4 വശത്തേക്കും വലിച്ചു കീറുന്ന രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ നാം കാണുന്നില്ലേ? അവരെയൊക്കെ അതിനെ പ്രേരിപ്പിച്ചത് സുവിശേഷത്തിന് വേണ്ടിയുള്ള തീഷ്ണതയാണ്. ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് തങ്ങളുടെ അനുഭവം കൊണ്ട് സാക്ഷിക്കുവാൻ അവർ സദാ സന്നദ്ധരായിരുന്നു. അവർക്ക് നഷ്ടമായി പോകുവാൻ ഇഹലോകത്തിലെ അല്പകാലത്തെ ജീവിതം മാത്രമാണ്. എന്നാൽ അവർ നേടുന്നതോ നിത്യതയിലെ സന്തോഷമാണ്. നമുക്ക് മുന്നമേ ഇതിനായിട്ട് ജീവിത മാതൃകയിൽ കൂടെ നമ്മുടെ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. എന്നിട്ട് താൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല.
മറ്റേത് മാധ്യമങ്ങളിൽ കൂടെയും ഏത് വഴിയിൽ കൂടെ പോയാലും പിതാവിൻ്റെ അടുക്കൽ എത്തണമെങ്കിൽ ക്രിസ്തു സഹിച്ച പീഡകളും ക്രിസ്തു സഹിച്ച വേദനകളും ഗത്സമനയിലെ തനൂറ്റിയ വിയർപ്പ് രക്തമായി തീർന്ന അനുഭവവും ഒക്കെ അതിൽ കൂടെയൊക്കെയും കടന്നു പോകണം. താൻ ഉറ്റ സ്നേഹിച്ച സ്നേഹിതന്മാർ, തൻ്റെ പ്രയാസവേളയിൽ തന്നെ സഹായിക്കുമെന്ന് താൻ കരുതിയ സ്നേഹിതന്മാർ ആ സമയം ഗത്സമനയിലെ ആ തീവ്ര വേദനയിൽ സ്വന്തം സുഖം തേടി കിടന്നുറങ്ങുന്നത് കണ്ട് ഹൃദയം പൊട്ടിയ കർത്താവിനെ നാം കാണുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതയാത്രയിൽ വിശ്വാസ തീർത്ഥാടനത്തിൽ നമുക്ക് നേരിടേണ്ട അനുഭവങ്ങളാണ് എന്ന് നാം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെയും വെറും ഭോഷത്വം ആണെന്ന് ലോകം നമ്മളെ ഓർപ്പിക്കും. എന്നാൽ നിത്യതയെക്കുറിച്ചുള്ള ദർശനം ലഭിച്ചിരിക്കുന്ന വിശ്വാസിക്ക് പറയുവാനുള്ളത് ഇതൊക്കെയും നമ്മുടെ ജീവിതയാത്രയിൽ നാം തരണം ചെയ്യേണ്ട കടമ്പകൾ മാത്രമാണ്. നമ്മെ കാത്തിരിക്കുന്ന കടമ്പകൾ ഓരോന്നും തരണം ചെയ്യുവാൻ നാം നേരത്തെ അതിനായി ഒരുങ്ങുകയൊന്നും വേണ്ട. ആ സമയത്ത് ദൈവശക്തി നമ്മളെ അതിനെ പ്രാപ്തരാക്കിക്കൊള്ളും. നമുക്ക് ആവശ്യമായ ബുദ്ധി തന്ന്, ആവശ്യമായ ശക്തി തന്ന് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ ഇടയ ബാലനായി നടക്കുമ്പോൾ തൻ്റെ ആടുകളെ പിടിച്ചുകൊണ്ടുപോകാൻ വന്ന ഹിംസ്ര മൃഗങ്ങളെ താൻ കൈകൊണ്ട് പിടിച്ച് വലിച്ചു കീറിക്കളഞ്ഞ അനുഭവം, അവയെ നിസ്സാരം ഒരു ആട്ടിൻകുട്ടിയെ പോലെ കൊന്നു കളയുവാൻ ഇടയ ബാലനായ ദാവീദിനെ പ്രേരിപ്പിച്ച ആ ശക്തി ഇന്നും ആ ശക്തിയുടെ ആഴവും പരപ്പും കുറഞ്ഞിട്ടില്ല. ഈ കുരിശിൻ്റെ വചനം നമുക്ക് പ്രദാനം നൽകുന്ന ദൈവശക്തി നമ്മിൽ കൂടുതൽ കൂടുതൽ വളർത്തിയെടുക്കുവാൻ, അത് ശക്തിമത്താക്കുവാൻ ജീവിതത്തിൽ ത്യാഗത്തിനായുള്ള ഒരുക്കം, താഴ്മയോടെ ജീവിക്കുവാനുള്ള ഒരുക്കം, മനുഷ്യരാൽ അറിയപ്പെടണം, മറ്റുള്ളവരുടെ കീർത്തി സമ്പാദിക്കണം, മറ്റുള്ളവരുടെ പ്രശംസ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം വെടിയുന്നത്, എന്നെ അറിയുന്ന അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം എന്നോട് കൂടെ ഉണ്ട്, ആ ദൈവം എന്നെ അറിയുന്നു, ആ ദൈവം എന്നെ ശോധന ചെയ്യുന്നു എന്നുള്ള ഉത്ബോധം വളർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം തന്നെ കരുതിയാൽ, നാം തന്നെ ജീവിച്ചാൽ ഇതൊന്നും നമുക്ക് സാധ്യമല്ല. കാരണം ജഡത്തിൽ ജീവിക്കുന്ന കാലത്തോളം നാം ക്രിസ്തുവിനോട് അകന്നു ജീവിക്കുന്നുവെന്ന് പൗലോസപ്പോസ്തലൻ ഓർപ്പിക്കുക. ക്രിസ്തുവിനോട് അടുത്ത് ജീവിക്കണമെങ്കിൽ കുരിശിലെ അനുഭവത്തിലേക്ക് കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ അനുഭവം ഉണ്ടാകുകയുള്ളൂ. രണ്ട് കള്ളന്മാർ യേശുവിനോട് അടുത്ത് നിൽക്കുന്നത് കുരിശിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. മറ്റെങ്ങും ക്രിസ്തുവിനോട് അടുത്ത് നിൽക്കുന്ന കള്ളന്മാരെ, ക്രിസ്തുവിനോട് അടുത്ത് നിൽക്കുന്ന ദുഷ്ടമനുഷ്യരെ നമ്മൾ കാണുന്നില്ല. കുരിശിൻ്റെ അനുഭവത്തിൻ്റെ പാരമ്യത്തിൽ കർത്താവിൻ്റെ കൂടെ നിൽക്കുവാൻ രണ്ട് കള്ളന്മാർക്ക് മാത്രമേ ഭാഗ്യം സിദ്ധിച്ചുള്ളൂ. നീതിമാന്മാർ എന്ന് കരുതിയിരുന്ന ആളുകൾക്കൊന്നും കുരിശിൻ്റെ അനുഭവത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് ചിന്തനീയമായ ഒരു കാര്യമാണ്. കുരിശിൻ്റെ അനുഭവത്തിലല്ലാതെ
കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് ഇന്നും ഒരു സത്യമായി നിലകൊള്ളുന്നു. നാം തിരഞ്ഞെടുക്കുന്ന പാത, നാം കാക്ഷിക്കുന്ന പാത, നാം ആഗ്രഹിക്കുന്ന പാത കുരിശിൽ നിന്നും, കഷ്ടതയിൽ നിന്നും, വേദനയിൽ നിന്നും, അപമാനത്തിൽ നിന്നും, നിന്ദയിൽ നിന്നും ഒക്കെയും ഒഴിഞ്ഞു മാറുവാനല്ലേ നമ്മളെ പരീക്ഷിക്കുന്നത്. നമുക്ക് നിന്ദിക്കപ്പെടുവാൻ താല്പര്യമില്ല. ആരും നമ്മളെ പള്ളു പറയുവാൻ താല്പര്യമില്ല. ആരും നമ്മളെക്കുറിച്ച് മോശമായി എന്തെങ്കിലും പറയുവാൻ നമുക്ക് താല്പര്യമില്ല. എപ്പോഴും സ്തുതിപാഠകരുടെ നടുവിൽ നിൽക്കുവാനാണ് നമുക്കെപ്പോഴും താല്പര്യം. സ്തുതിപാഠകരുടെ നടുവിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, നാം ലോകത്തിൻ്റെ പാതയിലാണ്, നാം കുരിശിൻ്റെ പാതയിലാണോ? നിന്ദയുടെയും അപമാനത്തിൻ്റെയും വേദനയുടെയും രക്തം ചിന്തുന്നതിൻ്റെയും പിതാവേ കരുണയുണ്ടാകണം, നീ എന്നെ കൈവിട്ടോ എന്ന് പ്രാർത്ഥിക്കത്തക്കവണ്ണം തീവ്ര വേദനയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന അനുഭവമല്ലേ നമുക്ക് നമ്മുടെ കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നത്? അവിടെ ദൈവഹിതപ്രകാരം ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നമുക്ക് ദൈവശക്തിയാണ് ആവശ്യം. സഹനം എൻ്റെ ജീവിതത്തിൽ ദൈവിക പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായി പരിണമിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നമുക്ക് ദൈവം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ സഹനങ്ങളെയും, എല്ലാ വേദനകളെയും, എല്ലാ നിന്ദകളെയും, എല്ലാ പ്രതികൂലങ്ങളെയും യേശുവിൻ്റെ ശക്തിയാൽ, കുരിശിൻ്റെ ശക്തിയാൽ സഹിക്കുവാനും അതിജീവിക്കുവാനുമുള്ള ദൈവകൃപ ഇന്നത്തെ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ ദിവസം ആചരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.